Hi everyone, dear students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഒരു മൈക്രോ പ്രോസസ്സറും ഒരു മൈക്രോ കൺട്രോളറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നുള്ളതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ബോർഡിൽ കാണുന്നതാണ്, ഈ ഒരു ഭാഗമാണ് മൈക്രോ പ്രോസസ്സറിന്റെ കമ്പണീസ് വരുന്നത്. അതുപോലെ കമ്പണീസ് കാണിക്കുന്ന ഭാഗം, അതുപോലെ ഇത് മൈക്രോ കൺട്രോളറിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കാണിക്കുന്ന ഒരു ഫിഗർ അവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എന്താണോ വ്യത്യാസം എന്നുള്ളത് നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മൈക്രോ പ്രോസസ്സറിനകത്ത് കാണുന്ന പ്രധാനപ്പെട്ട 6 കമ്പോണന്റുകൾ, ഒന്ന് ALU, രജിസ്റ്റേഴ്സ്, പ്രോഗ്രാം കൗണ്ടർ, സ്റ്റാക്ക് പോയിന്റർ, ക്ലോക്ക് സർക്യൂട്ട്, ഇന്ററപ്റ്റ് സർക്യൂട്ട്. ഇതിൽ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സറിന് അകത്തുള്ള ഇന്റേണൽ മെമ്മറിയാണ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം കൗണ്ടറും അതുപോലെ സ്റ്റാക്ക് പോയിന്ററും ഈ രജിസ്റ്ററിനകത്ത് വരുന്ന 2 രജിസ്റ്റേഴ്സ് ആണ്. ഇത് രണ്ടും ഈ രജിസ്റ്റർ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ അകത്ത് വരുന്നതാണ്. പക്ഷെ ഇത് പ്രത്യേകം എടുത്തു പറയേണ്ട രജിസ്റ്ററുകൾ ആയതുകൊണ്ട് അതിനെ ഒന്ന് എടുത്തു കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, ദെൻ മൈക്രോ കൺട്രോളറിനകത്ത് ഈ മൈക്രോ പ്രോസസ്സറിനകത്ത് കാണുന്ന എല്ലാ കമ്പോണന്റുകളും മൈക്രോ കൺട്രോളറിനകത്തുണ്ട്. ALU, രജിസ്റ്റേഴ്സ്, പ്രോഗ്രാം കൗണ്ടർ, സ്റ്റാക്ക് പോയിന്റർ, ക്ലോക്ക് സർക്യൂട്ട്, ഇന്ററപ്റ്റ് സർക്യൂട്ട്. ദെൻ അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് എക്സ്ട്രാ മെമ്മറികളായിട്ടുള്ള റാം, റോം, ടൈമർ ഓർ കൗണ്ടർ സർക്യൂട്ട്, IO പോർട്ട് എന്നിവ അഡീഷണൽ ആയിട്ട് വരുന്ന പ്രധാനപ്പെട്ട ഫീച്ചറുകളാണ് മൈക്രോ കൺട്രോളറിനകത്തുള്ളത്. ഓക്കെ, മൈക്രോ പ്രോസസ്സറിന്റെ എക്സാമ്പിൾ ആണ് 8086. അതുപോലെ മൈക്രോ കൺട്രോളറിന്റെ എക്സാമ്പിൾ ആണ് 8051. നമ്മുടെ സിലബസിനകത്ത് ആദ്യത്തെ 3 മൊഡ്യൂളുകളിൽ നമ്മൾ 8086 മൈക്രോ പ്രോസസ്സറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതേപോലെ മൊഡ്യൂൾസ് 4, 5, 6 നമ്മൾ മൈക്രോ കൺട്രോളർ 8051 മൈക്രോ കൺട്രോളറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4th മൊഡ്യൂൾ മുതലാണ്. ഞാൻ 8051 കുറിച്ച് മുഴുവനായിട്ട് പഠിപ്പിച്ചതിന് ശേഷം ആണ് 4, 5, 6 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് 1, 2, 3 കംപ്ലീറ്റ് ചെയ്യുന്നത്. കാരണം ഈ മൈക്രോ പ്രോസസ്സറിനേക്കാൾ കൂടുതൽ ഫീച്ചറുകൾ മൈക്രോ കൺട്രോളറിനകത്താണ്. അപ്പോൾ തീർച്ചയായും ഇതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന, പ്രിഫറൻസ് കൂടിയുള്ള ഭാഗവും ഇവിടെയാണ്. അപ്പൊ ഇത് പഠിച്ച ഒരു സ്റ്റുഡന്റിന് വളരെ ഈസി ആയിട്ട് മൈക്രോ പ്രോസസ്സറിനെ കുറിച്ച് പഠിച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് 8051 ഫോക്കസ് ചെയ്യാം. 8051 ഫീച്ചേഴ്സ്, അതൊരു IC ആണ്, പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന IC ആണ്. അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അതൊരു 8-bit മൈക്രോ കൺട്രോളറാണ്. അതിന് 8-bit ALU ഉണ്ട്, 8-bit അക്യുമുലേറ്റർ രജിസ്റ്റർ ആകുന്നു. ആ രജിസ്റ്ററിനകത്ത് 8-bit അക്യുമുലേറ്റർ ആണ്. പൊതുവെ 8051 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമ്മൾ എന്താ പറയുക, 8051 മൈക്രോ കൺട്രോളർ ഈസ് ആൻ 8-bit മൈക്രോ കൺട്രോളർ എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ റാമിന്റെ സൈസ് 128 bytes റാം ഉണ്ട്. റോം 4 KB റോം ഉണ്ട്. ഇതിന് 4 IO പോർട്ടുകൾ ഉണ്ട്. ഓരോ പോർട്ടും 8-bit സൈസ് വീതമാണ്. ഓക്കെ, അപ്പൊ ടോട്ടൽ പോർട്ടുകളുടെ എണ്ണം എത്ര വരിക? 4 × 8, 32 പിന്നുകൾ IO പോർട്ടിനായിട്ട് മാത്രം മാറ്റി വെക്കണം. 4 IO പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ ഒരു മൈക്രോ കൺട്രോളറിന് 4 പോർട്ടുകൾ ഉണ്ട്. സപ്പോസ് ഇത് പോർട്ട് 1, ഇത് പോർട്ട് 2, പോർട്ട് 3, പോർട്ട് 4, അങ്ങനെ 4 പോർട്ടുകൾ ഉണ്ടെങ്കിൽ ഓരോ പോർട്ടും 8-bit വീതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പോർട്ടും 8 പിന്നുകൾ വീതമായിരിക്കും. 1, 2, 3, 4, 5, 6, 7, 8
അതായത് 8 പിന്നുകൾ, ടോട്ടൽ 40 പിന്നുകളാണ് ഇതിനകത്ത് വരുന്നത്. 8051 ടോട്ടൽ 40 പിന്നാണ്. അതിനകത്തെ ഒരു പോർട്ടിന് വേണ്ടിയിട്ട് 8 പിന്നുകൾ മാറ്റി വെക്കുക. അതുപോലെ പോർട്ട് 2 8 ബിറ്റ് ആണ്. അപ്പൊ ഇവിടെയും 8 ബിറ്റ് വേണം, 8 വേണം. ഇവിടെയും 8 പിന്നുകൾ പോർട്ട് 3ക്ക് വേണ്ടി, ഇവിടെയും 8 പിന്നുകൾ പോർട്ട് 4ന് വേണ്ടി. ഇപ്പൊ ടോട്ടൽ 32 പിന്നുകളും പോർട്ടിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് 8051 റിമൈനിങ് ആയിട്ടുള്ള 8 പിന്നുകൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പിൻ ഡിസ്ക്രിപ്ഷൻ പഠിക്കുന്ന സമയത്ത് പറയാം. അതിനകത്ത് VCC, ഗ്രൗണ്ട്, ഇങ്ങനെ കുറെ ക്ലോക്ക്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് വരിക. അപ്പൊ ഇത് ഓർത്തു വെക്കാൻ സുഖമാണ്. ഇതിനകത്തെ 32 പിന്നുകളും പോർട്ടിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അതാണ് IO പോർട്ട്. 4 IO പോർട്ടൊക്കെ ഉണ്ട്. ഓരോ പോർട്ടും 8 ബിറ്റ് സൈസ് വീതമാണ്. ദെൻ ടൈമേഴ്സ്. 8051 2 ടൈമർ യൂണിറ്റുകളാണുള്ളത്. ഓരോ ടൈമർ യൂണിറ്റും 16 ബിറ്റ് സൈസ് വീതമാണ്. ഈ ടൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൈമർ ഓർ കൗണ്ടറിന് വേണ്ടി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചില മെമ്മറി യൂണിറ്റുകൾ ഇതിനകത്തുണ്ട്. ഇതിന്റെ മെമ്മറി യൂണിറ്റിനകത്ത് SFR സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററുകളുടെ കൂട്ടത്തിൽ ടൈമർ ഓർ കൗണ്ടറിന് വേണ്ടിയിട്ടുള്ള രജിസ്റ്റേഴ്സ് ഉണ്ട്. അവകൾ ടോട്ടലി 16 ബിറ്റ് വീതമായിരിക്കും. അത്തരത്തിലുള്ള 2 ടൈമറുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അതിന്റെ മെമ്മറി ഓർഗനൈസേഷൻ പഠിക്കുന്ന സമയത്ത് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദെൻ സീരിയൽ പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഫുൾ ഡ്യൂപ്ലക്സ് UART കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്ന സീരിയൽ പോർട്ടാണ് ഇതിനകത്തുള്ളത്. ദെൻ നമുക്ക് ഇതിന്റെ ഇന്റേണൽ മെമ്മറീസ് മതിയാകാതെ വരുന്ന സമയത്ത് നമ്മൾ എക്സ്റ്റേണൽ മെമ്മറി കണക്ട് ചെയ്യുമ്പോൾ ഇതിന് 64 KB എക്സ്റ്റേണൽ മെമ്മറി വരെ ആക്സസ് ചെയ്യാൻ പറ്റും. 64 KB വരെ. ഓക്കെ. ദെൻ ഇതിന് 9ാമത്തെ ഫീച്ചർ ഇതിന് 40 പിന്നുകളാണുള്ളത്. അത് തന്നെ DIP പാക്കേജ് ആണ്. DIP എന്ന് പറഞ്ഞാൽ ഡുവൽ ഇൻ ലൈൻ പാക്കേജ്. ഡുവൽ ഇൻ ലൈൻ പാക്കേജ്, അതായത് ഒരു ICയുടെ 2 വശങ്ങളിൽ മാത്രം പിന്നുകൾ വരിക, ഈ വശം ഈ വശം. അതാണ് ഡുവൽ ഇൻ ലൈൻ പാക്കേജ് എന്നാണ്. മറ്റൊരു പാക്കേജ് ഉണ്ട് QIP, ക്വാഡ്ര ഇൻ ലൈൻ പാക്കേജ്. ക്വാഡ്ര ഇൻ ലൈൻ പാക്കേജ് എന്ന് പറഞ്ഞാൽ ICയുടെ 4 വശങ്ങളിലും പിന്നുണ്ടാവും. ഇവിടെയും 4 വശങ്ങളിലും പിന്നുകൾ വരും. നമ്മുടെ മൊബൈൽ ഫോണിന്റെയും അതുപോലെ തന്നെ ലാപ്ടോപ്പിന്റെ ഒക്കെ പ്രോസസ്സർ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള QIP പാക്കേജിനായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ 8051 എന്ന് പറഞ്ഞാൽ അതൊരു 40 പിൻ ഡുവൽ ഇൻ ലൈൻ പാക്കേജ് ചിപ്പാണ്. അടുത്ത ടോപ്പിക് 8051ന്റെ മെമ്മറി ഓർഗനൈസേഷൻ ആണ്. ഇതിന്റെ രജിസ്റ്റേഴ്സ്, പ്രോസസ്സറിനകത്ത് വരുന്ന മെമ്മറിയാണല്ലോ രജിസ്റ്റേഴ്സ്. ഈ രജിസ്റ്റേഴ്സിന്റെ ഓർഗനൈസേഷൻ, എത്ര സൈസ് രജിസ്റ്റേഴ്സ് ഉണ്ട്, അതിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെയൊക്കെയാണ്, ഇതിന്റെ കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അതാണ് മെമ്മറി ഓർഗനൈസേഷൻ ഓഫ് 8051. ഈ 8051 2 തരത്തിലുള്ള രജിസ്റ്ററുകളുണ്ട്, GPR-ഉം SFR. GPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ പർപ്പസ് രജിസ്റ്റർ എന്ന് പറയും. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. SFR എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ്. ഇങ്ങനെ 2 തരത്തിലുള്ള രജിസ്റ്റേഴ്സ് ആണ് 8051 ഇതില് അതാണ് ഞാൻ ഈ കാണിക്കുന്ന ഈ ഒറ്റ ബ്ലോക്കിനകത്ത് ആ 2 രജിസ്റ്ററിനെയും കമ്പൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ രജിസ്റ്ററിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GPR പ്ലസ് SFR ആണ് 8051 ടോട്ടൽ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ സൈസ് GPR എന്ന് പറഞ്ഞാൽ അത് 128 ബൈറ്റ്സ് ആണ്. അതുപോലെ SFR എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 128 ബൈറ്റ്സ് ആണ്. അപ്പൊ 128 പ്ലസ് 128 is equal to 256 ബൈറ്റ്സ് സൈസ് ആണ് 8051ന്റെ രജിസ്റ്റേഴ്സ് വരുന്നത്. അപ്പൊ 8051ന്റെ ടോട്ടൽ രജിസ്റ്റർ സൈസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ 256 ബൈറ്റ്സ് ആണ്. ഓക്കെ. അതിനകത്ത് ആദ്യത്തെ 128 ബൈറ്റ്സിനെ GPR എന്ന് പറയും. ദെൻ അടുത്ത 128 ബൈറ്റ്സിനെ
SFR എന്ന് പറയും. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ആദ്യത്തെ 128 ബൈറ്റ്സിനെ GPR എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ആ GPRനെ വിളിക്കുന്ന അതിന്റെ മറ്റൊരു പേരാണ് റാം. ഇതിന്റെ GPRനെ വിളിക്കുന്ന പേരാണ് ഇതിനെ റാം. അപ്പോൾ 8051-നകത്തുള്ള റാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ രജിസ്റ്റേഴ്സിനകത്ത് വരുന്ന GPRനെയാണ് നമ്മൾ റാം എന്ന് പറയുന്നത്. നേരത്തെ 8051-ന്റെ ഫീച്ചേഴ്സ് പറഞ്ഞ സമയത്ത് ഓർക്കുന്നുണ്ടാവും. 8051-ന് 128 ബൈറ്റ്സ് റാം ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 128 ബൈറ്റ്സ് റാം ആണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ നേരത്തെ മൈക്രോ പ്രൊസസ്സറും മൈക്രോ കൺട്രോളറും തമ്മിലുള്ള കമ്പാരിസൺ പഠിക്കുന്ന സമയത്ത് 8051-നകത്ത് രജിസ്റ്റേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു ഭാഗം, അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് റാം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, റോം എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് ബ്ലോക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ അതിനകത്ത് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ സെപ്പറേറ്റ് ആക്കി മാറ്റിയത്. യഥാർത്ഥത്തിൽ റാം എന്ന് പറഞ്ഞു കഴിഞ്ഞത് 8051-ന്റെ രജിസ്റ്റേഴ്സ്, ടോട്ടൽ രജിസ്റ്റേഴ്സിനകത്ത് വരുന്ന ഒരു ഭാഗമാണ്. ടോട്ടൽ രജിസ്റ്റേഴ്സ് ഇതാണ്. ഈ ടോട്ടൽ രജിസ്റ്റേഴ്സിനകത്ത് വരുന്ന ഒരു ഭാഗമാണ് റാം എന്ന് പറയുന്നത്. അപ്പോൾ കാരണം റാം എന്ന് പറഞ്ഞാൽ ഒരു എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ ആയതുകൊണ്ടാണ് നേരത്തെ മൈക്രോ പ്രൊസസ്സറും മൈക്രോ കൺട്രോളറും തമ്മിലുള്ള കമ്പാരിസൺ പറയുന്ന സമയത്ത് അതിനെ വേർപ്പെടുത്തി പറഞ്ഞത്. അത് മാത്രമല്ല, ഈ പിന്നെ ഇതിനകത്ത് SFR സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററുകൾക്ക് അകത്ത് വരുന്ന രജിസ്റ്ററുകളാണ് പ്രോഗ്രാം കൗണ്ടർ, സ്റ്റാക്ക് പോയിന്റർ. ഇതൊക്കെ പ്രോഗ്രാം കൗണ്ടർ, സ്റ്റാക്ക് പോയിന്റർ ഒക്കെ SFR എന്ന് പറയുന്ന 128 ബൈറ്റ്സിനകത്ത് വരുന്ന ചില സെല്ലുകളുടെ പേരാണ് പ്രോഗ്രാം കൗണ്ടറും സ്റ്റാക്ക് പോയിന്ററും ഒക്കെ. പക്ഷെ അത് പ്രത്യേകം എടുത്തു പറയേണ്ട രജിസ്റ്ററുകൾ ആയതുകൊണ്ടാണ് കമ്പാരിസൺ പറയുന്ന സമയത്ത് 8051-നകത്ത് നമ്മൾ രജിസ്റ്റേഴ്സ്, റാം, റോം എന്നൊക്കെ പറയുന്നതിന്റെ പുറമെ രജിസ്റ്ററുകൾക്കകത്തുള്ള സ്റ്റാക്ക് പോയിന്ററിനെയും അതുപോലെ തന്നെ പ്രോഗ്രാം കൗണ്ടറിനെയൊക്കെ നമ്മൾ വേർപ്പെടുത്തി വേറെ എടുത്ത് പറഞ്ഞത്. അതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട രജിസ്റ്റേഴ്സ് ആണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ മെമ്മറി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് 8051-നകത്തുള്ള രജിസ്റ്ററിന്റെ ഓർഗനൈസേഷൻ ആണ്. ടോട്ടൽ 256 ബൈറ്റ്സ് രജിസ്റ്റേഴ്സ് ആണ് വരുന്നത്. അതിൽ ആദ്യത്തെ 128 ബൈറ്റ്സിനെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നു. അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് റാം. അതുപോലെ തന്നെ റിമൈനിങ് 128 ബൈറ്റ്സ് ആണ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ്, SFR. ആ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിനകത്ത് വരുന്ന സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഉള്ള രജിസ്റ്റേഴ്സ് ആണ് PC, സ്റ്റാക്ക് പോയിന്റർ, ടൈമർ, കൗണ്ടർ എന്നൊക്കെ പറയുന്ന ഒരുപാട് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ പേര് പറയുന്നത് പോലെ തന്നെ ഈ GPR 128 ബൈറ്റ്സ് സ്പേസ് ഉണ്ട്. ഈ സ്പേസ് ജനറൽ പർപ്പസിന് വേണ്ടിയുള്ളതാണ്. നമുക്ക് റാൻഡംലി ഡാറ്റാസ് സേവ് ചെയ്യാനും റിമൂവ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു പിന്നെ മെമ്മറിയാണ് റാം എന്ന് പറയുന്ന GPR ഏരിയ. എന്നാൽ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററുകൾക്കകത്ത് നമുക്ക് റാൻഡംലി ഡാറ്റാസ് സേവ് ചെയ്യാനോ റിമൂവ് ചെയ്യാനോ ഒന്നും പറ്റില്ല. കാരണം പിന്നെ SFR-നകത്തിരിക്കുന്ന മെമ്മറി സെല്ലുകൾക്കൊക്കെ ഒരു പർട്ടിക്കുലർ ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മളൊരു ബസ് യാത്ര ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓരോ സീറ്റുകളെയും നമുക്ക് ഓരോ മെമ്മറി സെല്ലുകളാക്കി പരിഗണിക്കുകയാണെങ്കിൽ അതിൽ ജനറൽ പർപ്പസ് ആയിട്ടുള്ള സീറ്റുകളും ഉണ്ട്, സ്പെഷ്യൽ പർപ്പസ് ആയിട്ടുള്ള സീറ്റുകളും ഉണ്ട്, അല്ലെ? ആർക്കും കയറിയിരിക്കാൻ പറ്റുന്ന കുറെ സീറ്റുകളുണ്ട്. ലേഡീസിന് ഇരിക്കാം, ജെന്റ്സിന് ഇരിക്കാം, ആർക്കും ഇരിക്കാം. അത്തരത്തിലുള്ള സീറ്റുകളെയാണ് ജനറൽ പർപ്പസ് സീറ്റുകൾ എന്ന് പറയുന്നത്. എന്നാൽ ആ ബസ്സിൽ തന്നെ സ്പെഷ്യൽ ആയിട്ട് റിസർവ് ചെയ്തിട്ടുള്ള സീറ്റുകളുണ്ട്, ലേഡീസ് ഓൺലി. അവിടെ ലേഡീസ് മാത്രമേ ഇരിക്കാവൂ. അല്ലെങ്കിൽ അന്ധന്മാർ, അവർക്ക് ഇരിക്കാൻ വേണ്ടി മാത്രമുള്ള സീറ്റ്. ഡ്രൈവർ ഇരിക്കുന്ന സീറ്റ്, അത് ഡ്രൈവർക്ക് വേണ്ടി മാത്രമുള്ള സീറ്റാണ്. അതിൽ വേറെ ആരും വന്ന് ഇരിക്കാനൊന്നും പാടില്ല. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷന് വേണ്ടി അസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള മെമ്മറീസിനെയാണ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ജനറലായിട്ട് ഡാറ്റാസ് സേവ് ചെയ്യാനും റിമൂവ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന രജിസ്റ്റേഴ്സ് ആണ് റാം എന്ന് പറയുന്ന GPR. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ഈ GPR-നകത്ത് വരുന്ന 128 ബൈറ്റ്സ് സെല്ലുകളെ കുറിച്ചും അതുപോലെ തന്നെ SFR-നകത്ത് വരുന്ന 128 ബൈറ്റ്സ് സെല്ലുകളെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് അടുത്ത ടോപ്പിക്ക്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 256 ബൈറ്റ്സ് സെല്ലുകളെ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ പാർട്ട് GPR, സെക്കൻഡ് പാർട്ട് SFR. ഈ ടോട്ടൽ 256 ബൈറ്റ്സിനകത്തുള്ള മെമ്മറിയെ ഒരുപാട് സെല്ലുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്.
പല സെല്ലുകളായിട്ട് അറകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓരോ സെല്ലിനും ഓരോ അഡ്രസ്സുകളുണ്ട്. എന്തിനാണ് അഡ്രസ്? ആ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള അഡ്രസ്സാണ്. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് ഓരോ സെല്ലിനകത്തും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഡാറ്റയുടെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 8 ബിറ്റ് ആണ്. ഓരോന്നിനകത്തും 8 ബിറ്റ് ഡാറ്റകളാണ് സേവ് ചെയ്യാൻ പറ്റുന്നത്. 8 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറിയിലെ സീറോസ് ആൻഡ് വൺസിന്റെ കോമ്പിനേഷനകത്തുള്ള 8 ബിറ്റുകളാണ് അറ്റ് എ ടൈം ഇതിനകത്ത് ഇരിക്കാൻ പറ്റുന്നത്. ഉദാഹരണത്തിന് 0110 0110 8 ബിറ്റുകൾ. ഇതുപോലെ 8 ബിറ്റുകൾ മാത്രമാണ് ഓരോ സെല്ലിനകത്തും സേവ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 8051നെ ഇറ്റ്സ് എൻ 8 ബിറ്റ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. ഇതിന്റെ മെമ്മറി സൈസ് ഒക്കെ 8 ബിറ്റ് ആണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ 8 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈറ്റ് ആണ്. 8 ബിറ്റ് എന്ന് പറഞ്ഞാൽ 1 ബൈറ്റ് ആണ്. അപ്പൊ ഒരു സെല്ലിന്റെ സൈസ് 1 ബൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ടോട്ടൽ 256 ബൈറ്റ്സ് ഉണ്ട്. അപ്പൊ എത്ര സെല്ലുകൾ ഉണ്ടാവും? ഇതിനകത്ത് ടോട്ടൽ 256 ബൈറ്റ് സൈസ് ആണുള്ളത്. ഓരോ സെല്ലിനകത്തും 1 ബൈറ്റ് ഡാറ്റയാണ് സേവ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ടോട്ടൽ 256 ബൈറ്റ് സെല്ലുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മള് പിന്നെ സാധാ ഡെസിമൽ നമ്പർ സിസ്റ്റം വെച്ചിട്ട് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ 0 1 2 3 up to 4 5 6 7 അങ്ങനെ പോയി കഴിഞ്ഞാൽ 128 that is 127th ആയിരിക്കും ലാസ്റ്റ് സെല്ല് വരുന്നത് GPR-നകത്ത്. ദെൻ 128 മുതൽ 255 വരെ ഉള്ളതായിരിക്കും SFR വരുന്നത്. ഇത് സാധാരണ നമ്മൾ കൗണ്ടിങ് സിസ്റ്റം, ഡെസിമൽ കൗണ്ടിങ് സിസ്റ്റം വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ. പക്ഷേ ഇതിനകത്തെ മെമ്മറി ലൊക്കേഷൻസിന് അഡ്രസ് കൊടുക്കുന്നത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ്. ഡെസിമൽ നമ്പർ സിസ്റ്റം യൂസ് ചെയ്തിട്ടല്ല, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പൊ 0 0 0 01 02 03 അങ്ങനെ പോയി. ദെൻ 127 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ 7FH ആണ്. അപ്പൊ 00 മുതൽ 7FH വരെയുള്ള H എന്ന് പറയുന്നത് H എന്തിനാണ് H സിമ്പിൾ യൂസ് ചെയ്യുന്നത്? ഇത് ഹെക്സാഡെസിമലിലാണ് ഈ നമ്പർ സിസ്റ്റം ഉള്ളത് എന്ന് മനസ്സിലാക്കാനാണ് അതിന്റെ എൻഡിൽ H കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 7F വരെയാണ് ജനറൽ പർപ്പസ് രജിസ്റ്ററിന്റെ സൈസ് വരുന്നത്. ദെൻ SFR-ന്റെ സൈസ് മെമ്മറി ലൊക്കേഷൻസ് എവിടെ നിന്ന് മുതൽ ഏത് വരെയാണ്? 80H മുതൽ FF വരെയുള്ള ലൊക്കേഷനാണ് SFR-നകത്ത് വരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് SFR-നകത്ത് വരുന്ന ചില സെല്ലുകളാണ് പ്രോഗ്രാം കൗണ്ടർ, സ്റ്റാക്ക് പോയിന്റർ എന്നൊക്കെ. അപ്പൊ ഇതിനകത്ത് വരുന്ന ചില സെല്ലുകളാണ് പ്രോഗ്രാം കൗണ്ടർ, സ്റ്റാക്ക് പോയിന്റർ, ടൈമർ എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, അടുത്തത് ഇനി നമുക്ക് ഡെസിമൽ ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കൗണ്ട് ചെയ്യുന്ന 0 1 2 3 4 5 6 അങ്ങനെ 9 10 11 12 അതാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് വരുന്നത് ചില വ്യത്യാസങ്ങളുണ്ട്. 0 1 2 3 up to 9 കഴിഞ്ഞ് കഴിഞ്ഞാൽ 10ന് പകരം ഇവിടെ A ആണ് വരിക. A B C D E F. F കഴിഞ്ഞതിന് ശേഷമാണ് ഈ 9ന്റെ ബാക്കി 10 11 12 13 14 15 up to 19 കഴിഞ്ഞാൽ പിന്നെ 1A 1B 1C അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ 10 in decimal number system is equal to A in hexadecimal number system. ഓക്കെ, ഇവിടെ ആണോ 127 in decimal number system is equal to 7FH in hexadecimal number system. 7F in hexadecimal number system. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ കൺവേർഷൻ ചെയ്യുന്നത് എന്നൊന്ന് കാൽക്കുലേറ്ററിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, കാൽക്കുലേറ്റർ ഓപ്പൺ ചെയ്ത് നമ്മൾ മോഡ് സെലക്ട് ചെയ്യുന്നു. മോഡിനകത്ത് ബേസ് കാണാം. ബേസ് കിട്ടാൻ വേണ്ടി 3 നെക്കി. ഓക്കെ,
അപ്പോൾ ഇവിടെ സൈഡിൽ ലിങ്ക് കാണാം, ബി എന്ന് കാണാം. ഇനി ഇതിനകത്ത് നമ്മളെ ഈ ഗ്രീൻ കളറിൽ എഴുതിയിട്ടുള്ള ഡെസിമലിൻ്റെ DEC, ഹെക്സ്, ബിൻ, ഒക്ട് ഇതൊക്കെ നിൽക്കുക. അപ്പോൾ ഡെസിമൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവും, ഇവിടെ D വന്നിട്ടുണ്ടാവും. ഹെക്സാ ഡെസിമൽ നിൽക്കുന്ന സമയത്ത് H വന്നിട്ടുണ്ടാവും. ബിൻ ബൈനറിയാണ് B, O ഇങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ സപ്പോസ് നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ നിങ്ങൾ ബോർഡിൽ കാണുന്നത് പോലെ 127 ഡെസിമൽ ഇസ് ഈക്വൽ ടു 7FH നമുക്ക് എങ്ങനെ കിട്ടി നോക്കാം. അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്തെ നമ്മൾ ഡെസിമൽ നോക്കി 127 ഈസ് ഈക്വൽ ടു 127 ഇൻ ഡെസിമൽ. ഓക്കെ, ഇനി ഇതിന് കറസ്പോണ്ടിങ് ഹെക്സാ ഡെസിമൽ വാല്യൂ കിട്ടാൻ ഹെക്സ് നക്കി കൊടുക്കുക. കണ്ടോ, 7FH. അതേ 127 ഇൻ ബൈനറി വൺസ് ആൻഡ് സീറോസിൻ്റെ കോമ്പിനേഷൻ ഫുൾ 1. ഒക്ടാഡെസിമൽ അത് 177 ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഡെസിമലിൽ 127, ഡെസിമലിൽ 127, അത് ഹെക്സാ ഡെസിമലിൽ മാറ്റുന്ന സമയത്ത് 7F ഇങ്ങനെ വരുന്നത്. ഇനി നമുക്ക് തിരിച്ചും കൺവേർട്ട് ചെയ്ത് നോക്കാം. 7FH ഹെക്സാ ഡെസിമലിൽ ഡെസിമലിൽ വരുമ്പോൾ 127 കിട്ടുന്നുണ്ടോ നോക്കാം. അതായത് ഹെക്സാ ഡെസിമൽ നിൽക്കുക, എന്നിട്ട് അതിൽ 7F നിൽക്കുക. ഇവിടെ എഫ് ഇവിടെ ഇവിടെ കണ്ടില്ലേ, ABCDEF, അതിൽ F നിൽക്കി കൊടുക്കുക. അത് ഈസ് ഈക്വൽ ടു 7FH ഹെക്സാ ഡെസിമൽ 7FH, അതിൻ്റെ ഡെസിമൽ വാല്യൂ കറസ്പോണ്ടിങ് ഡെസിമൽ D നിൽക്കി കൊടുക്കുക. അപ്പോൾ 127 ഇൻ ഡെസിമൽ നേട്ടി. ഇങ്ങനെയാണ് ആ കൺവേർഷൻ ചെയ്തത്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഡെസിമലിൽ 10 എന്നുള്ളത്, ഡെസിമലിനകത്ത് 10 എന്നുള്ളത് ഇസ് ഈക്വൽ ടു 10 ഇൻ ഡെസിമൽ. അത് ഹെക്സാ ഡെസിമലിൽ വരുമ്പോൾ A. കണ്ടോ, ഇനി ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം എടുത്തിട്ട് A എന്നടിക്കുന്ന സമയത്ത് A ഇവിടെ ഉണ്ടാവുക. A അടിച്ചു കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു A ഇൻ ഹെക്സാ ഡെസിമൽ. എന്നാൽ ഡെസിമൽ വരുമ്പോഴോ അത് 10 ആയി മാറി. അത് നമുക്ക് ബൈനറിയിലോട്ട് മാറ്റാം, ഒക്ട വാല്യൂയിലോട്ട് മാറ്റാം. അങ്ങനെ ഇങ്ങനെയാണ് ഇതിൻ്റെ കൺവേർഷനൊക്കെ നടത്തുന്നത് കാൽക്കുലേറ്ററിനകത്ത്. അടുത്തതായി നമ്മൾ ഈ കാണുന്ന GPR-നെയും SFR-നെയും വേറെ പഠിക്കാൻ പോവുകയാണ്. GPR-നകത്ത് വരുന്ന ഈ 128 സെല്ലുകളെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. അതിനുശേഷം SFR-നെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഈ വരച്ചിട്ടുള്ളതാണ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിന്റെ 128 ബൈറ്റുകൾ. ആദ്യത്തെ 128 ബൈറ്റുകൾ, അതായത് RAM 128. അതായത് ഇതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞു ഹെക്സാഡെസിമൽ, ഇതിന്റെ അഡ്രസ് ലൊക്കേഷൻസ് 00 മുതൽ 7FH വരെയാണ് ജനറൽ പർപ്പസിന്റെ ടോട്ടൽ മെമ്മറി ലൊക്കേഷൻസ് എന്ന് പറയുന്നത്. ഇതിനെ പ്രധാനമായും 3 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഏറ്റവും ആദ്യം രജിസ്റ്റർ ബാങ്കുകളുടെ ഭാഗം, രജിസ്റ്റർ ബാങ്ക്സ്. ദെൻ സെക്കൻഡ് ഏരിയനെ പറയുന്ന പേരാണ് ബിറ്റ് അഡ്രസിബിൾ ഏരിയ. ദെൻ തേർഡ് പാർട്ടാണ് സ്ക്രാച്ച് പാഡ് ഏരിയ. ഇതില് ഓരോന്നിന്റെയും മെമ്മറി ലൊക്കേഷൻസ്, രജിസ്റ്റർ ബാങ്കുകളുടെ ഏരിയ എന്ന് പറയുന്നത് 00 മുതൽ 1F വരെയാണ്. 00 മുതൽ 1F വരെയാണ് രജിസ്റ്റർ ബാങ്കുകളുടെ ഏരിയ. ദെൻ 20 മുതൽ 2F വരെയാണ് ബിറ്റ് അഡ്രസിബിൾ ഏരിയ. ദെൻ 30 മുതൽ 7F വരെയുള്ള ഭാഗമാണ് സ്ക്രാച്ച് പാഡ് ഏരിയ. ഇനി ഈ രജിസ്റ്റർ ബാങ്കുകൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 4 ബാങ്കുകളാണുള്ളത്. 4 ബാങ്കുകൾ ഇതിനകത്തുണ്ട്. അതായത് 00 മുതൽ 07 വരെയുള്ള ഒരു ബാങ്കാണ് B0, ബാങ്ക് 0. ദെൻ 08 മുതൽ 0F വരെയുള്ള ലൊക്കേഷൻ ബാങ്ക് 1. ദെൻ 10 മുതൽ 17 വരെയുള്ള ബാങ്ക് B2. ദെൻ 18 മുതൽ 1F വരെയുള്ള B3. ഇതാണ് ബാങ്ക്സ്. അപ്പൊ രജിസ്റ്റർ ബാങ്കിൽ B0, B1, B2, B3. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻസ് 8 ലൊക്കേഷൻസ് ആണ്, 8 സെല്ലുകളാണ് ഒരു ബാങ്ക് എന്ന് പറയുന്നത്. B0 അകത്ത് 8 സെല്ലുകൾ, B1 അകത്തും 8 സെല്ലുകൾ, B2 അകത്തും 8 സെല്ലുകൾ, B3 അകത്തും 8 സെല്ലുകൾ. അങ്ങനെയുള്ള 4 രജിസ്റ്റർ ബാങ്കുകളാണ് ഇതിനകത്തുള്ളത്. ഇനി ഇതില് നേരത്തെ പറഞ്ഞു
ഓരോ ബാങ്കിനകത്തും 8 സെല്ലുകളാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ 8 സെല്ലുകളെ ഈ എഴുത്ത് ഇവിടുന്ന് മാറ്റിയിട്ട് പുറത്ത് എഴുതാം. ഇത് B0, B1, B2, B3. B0 അകത്ത് 8 സെല്ലുകളുണ്ട്. B0 അകത്ത് 8 സെല്ലുകളുണ്ട്. അവിടെ അഡ്രസ് നോക്കിയാൽ കാണാം 00 മുതൽ 07 വരെയാണ് 8 സെല്ലുകളാണ്. അതുപോലെ B1 അകത്തും 8 സെല്ലുകളുണ്ട്, B2 അകത്ത് 8 സെല്ലുകളുണ്ട്, B3 അകത്തും 8 സെല്ലുകളുണ്ട്. സപ്പോസ് ഞാൻ ഈ B0 മാത്രം ഒന്ന് വേർതിരിച്ച് വരയ്ക്കാൻ വിചാരിക്കും. ഇത് രജിസ്റ്റർ ബാങ്ക് 0 B0 ആണ് ഈ വരച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഇതിന്റെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ 00 എൻഡ് 07 00 01 02 03 04 05 06 07 ഈ 8 ലൊക്കേഷൻസ് ആണ് ഈ വരച്ചിട്ടുള്ളത്. ഇതിനെ ഓരോന്നിനെയും വിളിക്കുന്ന പേര് R0 R1 രജിസ്റ്റർ ബാങ്ക് 0, രജിസ്റ്റർ ബാങ്ക് 1, R2 R3 R4 R5 R6 R7. ഇങ്ങനെ 8 രജിസ്റ്റേഴ്സ് ബാങ്ക് 0 അകത്തുണ്ടാവും. ഇതേ രൂപത്തിൽ തന്നെ B1 8 രജിസ്റ്റേഴ്സ് ഉണ്ട്. B1 R0 R1 up to R7 വരെ ഉണ്ടാവും. പക്ഷെ ലൊക്കേഷൻ ചേഞ്ച് ഉണ്ടാവും. 08 മുതൽ 07 വരെയുള്ള ലൊക്കേഷനാണ്. ഇതിനെയും ബാങ്ക് 0 8 സെല്ലുകളാക്കി ഡിവൈഡ് ചെയ്ത പോലെ തന്നെ ബാങ്ക് 1നെയും 8 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, B2നെയും B3നെയും ഒക്കെ 8 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനകത്തും R0 to R7 എന്ന സെല്ലുകൾ ഉണ്ടാവും. ഇതിനകത്തും R0 to R7 ഉണ്ട്, ഇതിനകത്തും R0 to R7, ഇതിനകത്തും R0 to R7, എല്ലാത്തിനകത്തും R0 to R7. ഇതുപോലെ നമുക്ക് വേർതിരിച്ച് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ബാങ്ക് 1 ആകുമ്പോൾ 08 മുതൽ 0F വരെയുള്ള ലൊക്കേഷനാണ് B1. അതുപോലെ B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R0 to R7, that is location 10 to 17 വരെയുള്ള ലൊക്കേഷൻ. Then B3 എന്ന് പറയുമ്പോൾ R0 to R7 18 to 1F. ഇങ്ങനെയാണ് ഓരോ രജിസ്റ്റർ ബാങ്ക് 4 രജിസ്റ്റർ ബാങ്കുകളാണുള്ളത്. 4 ബാങ്കുകളാണുള്ളത്. B0 to ബാങ്ക് 0, ബാങ്ക് 1, ബാങ്ക് 2, ബാങ്ക് 3. ഓരോന്നിനകത്തും രജിസ്റ്റർ ബാങ്കുകൾ 8 രജിസ്റ്റേഴ്സ് വീതം. R0 രജിസ്റ്റർ R0 R1 R2 R3 അങ്ങനെ ഓരോന്നിനകത്തും 8 വീതം രജിസ്റ്റേഴ്സ്. ഓക്കെ, ഇപ്പൊ ഇതാണ് രജിസ്റ്റർ ബാങ്ക് എന്ന് പറയുന്ന ഏരിയയുടെ മെമ്മറി അറേഞ്ച്മെന്റ്. ദെൻ സെക്കൻഡ് പാർട്ടാണ് ബിറ്റ് അഡ്രസിബിൾ ഏരിയ, ദെൻ സ്ക്രാച്ച് പാഡ് ഏരിയ.